ഹായ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഓർഗാനിക് സീരീസിലെ 9th പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ ആൽക്കീൻ്റെ സ്റ്റെബിലിറ്റിയാണ് കാണാൻ പോകുന്നത്. അതായത് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനൊക്കെ നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ സ്റ്റെബിലിറ്റി ഏതിനാണ് കൂടുതലെന്ന് ചോദിച്ചാൽ എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ആൽഫ ഹൈഡ്രജൻ പറഞ്ഞ വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ഒരു കോമ്പൗണ്ട് ഒറ്റ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ യൂസ് ചെയ്ത് നമുക്ക് സ്റ്റെബിലിറ്റി പറയാനാക്കും. പക്ഷേ ഒരു കോമ്പൗണ്ടിൽ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെ പറയാൻ നമുക്ക് ഈ വീഡിയോ നോക്കാം. സോ 3 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് നിങ്ങളുടെ കോമ്പൗണ്ടിൽ ഒരു ഡബിൾ ബോണ്ട് ആണോ അത് ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ആണോ നിങ്ങൾ ആദ്യം നോക്കണം. ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ സ്റ്റെപ്പ് 1 തൊട്ട് നിങ്ങൾ തുടങ്ങണം. അതല്ല ഒറ്റ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട് ഉള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാർബൺ ചെയിൻ കാണും. കാർബൺ ചെയിൻ കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡബിൾ ബോണ്ട്. ഇവിടെ എത്ര ഉണ്ട്? 2 ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് വിചാരിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ ബോണ്ട്, പിന്നെ ഒരു ഡബിൾ ബോണ്ട്. സപ്പോസ് ഒരു കാർബൺ ഉണ്ട്, സിംഗിൾ ബോണ്ട്. ഈ ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അങ്ങനെ ആ ഓർഡറിൽ പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ കോൺജുഗേറ്റഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. കോൺജുഗേറ്റഡ് ആൽക്കീൻ എന്ന് പറയും. കോൺജുഗേറ്റഡ് ആൽക്കീൻ എന്താണ് ഈ കോൺജുഗേറ്റഡ് ആൽക്കീന്? അത് നിങ്ങൾക്ക് വേറെ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. റെസൊണൻസ്, കോൺജുഗേഷൻ, ഹൈപ്പർ കോൺജുഗേഷൻ, ഇതൊക്കെ. സോ ഇപ്പോൾ നിങ്ങൾ കോൺജുഗേറ്റഡ് ആൽക്കീൻ എങ്ങനെ കാണാനിരിക്കുന്ന അത്ര മാത്രം അറിഞ്ഞാൽ മതി. സോ ഇവിടെ ഈ കോൺജുഗേറ്റിൻ്റെ ആൽക്കിൻ ആയാലും ആൽക്കൈൻ ആയാലും എവിടെ കോൺജുഗേഷൻ വന്നാലും അത് കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതിനാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെവിടെ വന്നാലും സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇങ്ങനെ ഒരു ആൽക്കൈൻ വന്നാൽ കോൺജുഗേഷനുള്ള കോൺജുഗേറ്റഡ് ആൽക്കൈൻ വന്നാൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. പിന്നെ നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. ഓപ്ഷൻ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ കോൺജുഗേറ്റഡ് ആൽക്കൈനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. ഇത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള കേസാണ് ഐസൊലേറ്റഡ് ആൽക്കീൻ. എന്താണ് ഐസൊലേറ്റഡ് ആൽക്കീൻ? അതെന്താണെന്ന് നോക്കാം. ഇവിടെ എത്ര കാർബണിന്റെ കേസാണ് പറഞ്ഞത്? 3 വരെ 5 കാർബണിന്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ സെയിം എക്സാമ്പിൾ നോക്കാം. 3, 4, 5. സപ്പോസ് 2 ഡബിൾ ബോണ്ട് ഉണ്ട്, 2 അറ്റത്തായിട്ട് കിടപ്പാണ് ഇങ്ങനെ. ഇതിനെയാണ് നമ്മൾ ഐസൊലേറ്റഡ് ആൽക്കീൻ എന്ന് പറയുന്നത്. അതായത് ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് അല്ല, അങ്ങനെ ആൾട്ടർനേറ്റഡ് അല്ല, 2 അറ്റത്ത് 2 ഡബിൾ ബോണ്ട് ഒരു ബന്ധവും ഇല്ലാത്തോട്ട് കിടക്കുവാണ്. അങ്ങനെയാണ് ഐസൊലേറ്റഡ് ആൽക്കീൻ എന്ന് പറയുന്നത്. അപ്പോൾ കോൺജുഗേറ്റഡ് ആൽക്കീനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഐസൊലേറ്റഡ് ആൽക്കീനാണ്. ഈ തേർഡ് കേസ് നോക്കാം. ഒരു കേസ് കൊണ്ടുണ്ട്. ഈ 3 കേസാണ് മൾട്ടിപ്പിൾ ഡബിൾ ബോണ്ട് ഉള്ള സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി അറിയാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ സ്റ്റെബിലിറ്റി ഉള്ള കേസാണ് 5 കാർബണിന്റെ എക്സാമ്പിൾ എടുക്കാം. ഇതിനാണ് നമ്മൾ ക്യുമുലേറ്റീവ് ആൽക്കീൻ എന്ന് പറയുന്നത്. ഇത് എക്സാമ്പിൾ കണ്ടപ്പോൾ തന്നെ ക്ലിക്ക് ആയിട്ടാണ് 2 ഡബിൾ ബോണ്ട് അടുത്തടുത്ത് കിടക്കുവാണ്. ഇങ്ങനെ അവിടെ കണ്ടത് അതിന് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്. അപ്പോൾ ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതലാണ് കോൺജുഗേറ്റഡ് ആൽക്കീനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഐസൊലേറ്റഡ് ആൽക്കീൻ, പിന്നെ ക്യുമുലേറ്റീവ് ആൽക്കീൻ. ഇതൊക്കെ മൾട്ടിപ്പിൾ ഡബിൾ ബോണ്ട് ഉള്ള കേസസ് ആണ്. സപ്പോസ് ഒരു കോമ്പൗണ്ട് ഉണ്ട്, ഇതിൽ ഒറ്റ ഡബിൾ ബോണ്ടേ ഉള്ളൂ. ഇങ്ങനെ കേസ് പറയുകയാണ്. ഇത് നോക്കും, ഒരു കോമ്പൗണ്ടാണ് അല്ലേ. ഇതിൽ ഒറ്റ ഡബിൾ ബോണ്ടേ ഉള്ളൂ, ഇതിലൊരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. ഒറ്റ ഡബിൾ ബോണ്ടേ ഉണ്ടെങ്കിൽ ആൽഫ ഹൈഡ്രജൻ നോക്കാം. എന്താണ് ആൽഫ ഹൈഡ്രജൻ? ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോ ആണെന്ന് തോന്നുന്നു, അത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടാൽ മതി. ആൽഫ ഹൈഡ്രജൻ നോക്കിയാൽ മതി. ഇവിടെയും ആൽഫ ഹൈഡ്രജൻ നോക്കിയാൽ മതി. ഒറ്റ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇത് ആൽഫ ഹൈഡ്രജൻ ആണ്, ഈ 3 എണ്ണം. ഈ 3 ആൽഫ ഹൈഡ്രജൻ ആണ്, ഈ 3 ആൽഫ ഹൈഡ്രജൻ ആണ്, ഈ 3 ആൽഫ ഹൈഡ്രജൻ ആണ്. ഇവിടെ 3 × 4 12 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇതും ഇതും ഇതും. ഈ 3 എണ്ണം ആൽഫ ഹൈഡ്രജൻ അല്ല, ഇത് മാത്രമേ ഉള്ളൂ ആൽഫ ഹൈഡ്രജൻ. അതായത് ഈ 3 എണ്ണം മാത്രമേ ഉള്ളൂ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. എവിടെയാണ് ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം കൂടുതൽ അവിടെയാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ കേസിലാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ഇതെങ്ങനെയാണ്? ഇത് എപ്പോഴാണ് നോക്കേണ്ടത്? ഒരു കോമ്പൗണ്ടിൽ ഒറ്റ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറ്റ ഡബിൾ ബോണ്ട് ഉള്ള കേസിൽ ഒരു കണ്ടീഷൻ കൂടെ നമുക്ക് നോക്കണം. അതായത് ട്രാൻസ് ആണോ സിസ് ആണോ എന്ന് നിങ്ങൾ നോക്കണം. എന്താണ് ട്രാൻസ് സിസ്? ഫോർ എക്സാമ്പിൾ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. കാർബൺ ടെട്രാവാലൻസി എന്ന് പറയുന്നത് കാർബണ് 4 ബോണ്ടാണ്. ഇവിടെ 2 ബോണ്ട് ഓൾറെഡി ഉണ്ട്, പിന്നെ 2 ബോണ്ട് കൂടെ വരും. ഇവിടെ AB ആണ്, ഇവിടെ A ആണ്, എന്തെങ്കിലും ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അറിയാം
രണ്ട് സൈഡിലും എ രണ്ടും സെയിം സൈഡിലല്ലേ വരുന്നത്. ഇവിടെയും ഈ സൈഡിലാണ് വരുന്നത്, ഇവിടെ ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ ബി താഴെയാണ് വരുന്നത്, ഇവിടെയും ബി താഴെയാണ്. സെയിം സൈഡ് സെയിം ഗ്രൂപ്പ് ആണെങ്കിൽ അതിനെന്താണ് സിസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രാൻസ് എന്ന് പറഞ്ഞാൽ മിസ് ചെയ്യാണെന്നേ ഉള്ളൂ. സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിൽ വരും. ഇവിടെ വന്നു, ഒരേ മുകളിൽ കിടക്കുന്നു, ഒരേ താഴെ കിടക്കുന്നു, ഒരു ബി താഴെ കിടക്കുന്നു, ഒരു ബി മുകളിൽ കിടക്കുന്നു. ഇങ്ങനെയുള്ള കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നത്. ട്രാൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ട്രാൻസിന്റെ സ്റ്റെബിലിറ്റി എപ്പോഴും സിസിനെ കാട്ടാൻ കൂടുതലായിരിക്കും. ഇപ്പൊ സിസും ട്രാൻസും നമുക്ക് തന്നു. ആൽഫ ഹൈഡ്രജൻ സെയിം ആയിരിക്കും. ഈ ഓർഡർ നോക്കണം കേട്ടോ. ആദ്യം ആൽഫ ഹൈഡ്രജൻ നോക്കണം. അപ്പൊ ആൽഫ ഹൈഡ്രജൻ സെയിമാണ്. അങ്ങനെ നിങ്ങൾ സിസ് ആണോ ട്രാൻസ് ആണോ നോക്കണം. ട്രാൻസ് ഉള്ളതിനായിരിക്കും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പോൾ ഈ 3 സ്റ്റെപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടി. എന്തിന്റെ? ആൽക്കീന്റെ സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. രണ്ട് കോമ്പൗണ്ട് ഉണ്ട്, രണ്ടിലും മൾട്ടിപ്പിൾ ഡബിൾ ബോണ്ട് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് നോക്കണം. കോൺജുഗേറ്റഡ് ആണോ, ഐസൊലേറ്റഡ് ആണോ, ക്യുമുലേറ്റീവ് ആണോ നോക്കണം. ഇതേതാണ്? ഇത് കോൺജുഗേറ്റഡ് അല്ലേ? ഇത് കോൺജുഗേറ്റഡ് ആണ്. എങ്ങനെ മനസ്സിലായി? ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ഓൾട്ടർനേറ്റീവ് ബോണ്ട്. ഇവിടെ ഏതാണ്? രണ്ട് ഡബിൾ ബോണ്ടും അടുത്തടുത്താണ് കിടക്കുന്നത്. ഇത് ഏത് കേസാണ്? ക്യുമുലേറ്റീവ് ആണ്. കോൺജുഗേറ്റീവിനാണ് ക്യുമുലേറ്റീവിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി, കോൺജുഗേറ്റഡിനാണ്. അപ്പോൾ ഏത് സ്റ്റെബിലിറ്റി ബിനെക്കാട്ടും കൂടുതലാണ്. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സിംഗിൾ ബോണ്ടേ ഉള്ളൂ രണ്ടിലും. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആദ്യം നമ്മൾ എന്താണ്? ആൽഫ ഹൈഡ്രജൻ ആണ് നോക്കണ്ടേ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഡബിൾ ബോണ്ട് ഉള്ള കാർബണിൽ ജോയിൻ ചെയ്ത് കിടക്കുന്ന കാർബണാണ് ആൽഫ കാർബൺ. അതിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഈ എക്സാമ്പിൾ ഈ വീഡിയോ തന്നെ പറഞ്ഞതാണ്, തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. അപ്പം 3 × 4 എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 12 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 3, 6, 9 ആൽഫ ഹൈഡ്രജൻ ഉള്ളൂ. ഏതെങ്കിലും സ്റ്റെബിലിറ്റി കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ഉള്ളതിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി. അതായത് എ ഗ്രേറ്റർ ദാൻ ബി. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ഇത് ബോണ്ട് ലൈൻ നൊട്ടേഷൻ ആണ്. ബോണ്ട് ലൈൻ നൊട്ടേഷൻ എന്താണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ സംതിങ് പറഞ്ഞായിരുന്നു. ഇതിനെ എങ്ങനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ നമ്മൾ കണ്ടായിരുന്നു. അറിയാത്തവർക്ക് ആ വീഡിയോ ഒന്നുകൂടെ പോയി കണ്ടാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഈ എഡ്ജിലുള്ള നമ്മുടെ എന്തായിരിക്കും? കാർബൺ ആയിരിക്കും. ഹൈഡ്രജൻ നമ്മൾ ഈ നൊട്ടേഷനിൽ കാണിക്കാറില്ല, കാർബൺ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ. അതായത് ഇവിടെ കോർണേഴ്സിലുള്ളതും എഡ്ജസിലുള്ള എല്ലാം എന്തായിരിക്കും? കാർബൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. ഇവിടെ കാർബൺ ആണ്, ഇവിടെ കാർബൺ ആണ്, ഇങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, ഇവിടെ 2 ബോണ്ട് ഉണ്ട്. എഡ്ജിലെല്ലാം എന്താണ്? കാർബൺ ആണ്. എഡ്ജിലെല്ലാം കാർബൺ ആണ്, കോർണേഴ്സിലും എല്ലാം കാർബൺ ആണ്. ഇങ്ങനെ ഇരിക്കും. ഹൈഡ്രജൻ നമ്മൾ വരയ്ക്കാറില്ല, ഹൈഡ്രജൻ നമ്മൾ എക്സ്ട്രാ വരയ്ക്കണം. അതെങ്ങനെ വരയ്ക്കാം? കാർബൺ ടെട്രാവാലൻസി ചെയ്യാൻ നമുക്കറിയാം. അതായത് 4 ബോണ്ടാണ് കാർബൺ ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഓൾറെഡി 3 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര? ഒരു ഹൈഡ്രജൻ എക്സ്ട്രാ വരും. ഇവിടെ ഓൾറെഡി 3 ബോണ്ട് ഉണ്ട്, 4ാമത്തെ ബോണ്ട് എന്ത് വരും? ഹൈഡ്രജൻ വരും. ഒറ്റ ബോണ്ടേ ഉള്ളൂ. ബാക്കി 3 ബോണ്ടിൽ എന്ത് വരും? ഹൈഡ്രജൻ 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 വരും. ഇവിടെയും ഹൈഡ്രജൻ 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 വരും. ഇവിടെ എന്ത് വരും? ഹൈഡ്രജൻ 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 വരും. ഇവിടെ എന്തെങ്കിലും ഹൈഡ്രജൻ വരും. ഇവിടെ എന്തെങ്കിലും ഹൈഡ്രജൻ വരും. ഇവിടെ 3 ഹൈഡ്രജൻ വരും. ഇപ്പം ക്ലിക്ക് ആയില്ലേ? ഇനി ആൽഫ ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നേരത്തെ വീഡിയോ നോക്കിയാൽ മതി. 10 മിനിറ്റ്സ് കണ്ടുള്ള വീഡിയോ ആണ്, പെട്ടെന്ന് ക്ലിക്ക് ആയിക്കോളൂ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഈ 3 ആൽഫ ഹൈഡ്രജൻ അല്ലേ? ഈ 3 ആൽഫ ഹൈഡ്രജൻ ആണ് അല്ല? ഇത് 2 ആൽഫ ഹൈഡ്രജൻ അല്ല. അപ്പോൾ എത്ര ഉണ്ട്? 3, 3, 6 ആൽഫ ഹൈഡ്രജൻ. 2 ആൽഫ ഹൈഡ്രജൻ സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? സിസ് ആണോ ട്രാൻസ് ആണോ നോക്കണം. ഇതിൽ ഏതാണ് സിസ്, ഏതാണ് ട്രാൻസ്? ഇത് നോക്കൂ. മുകളിലത്തെ 2ഉം എന്താണ്? സെയിം ഗ്രൂപ്പ് അല്ലേ? സെയിം താഴത്തെ 2ഉം ഹൈഡ്രജൻ ആണ്. ഇവിടെ ഹൈഡ്രജൻ ആണ്, ഇവിടെ ഹൈഡ്രജൻ ആണ്. സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വരുവാണെങ്കിൽ എന്താണ്? സിസ് ആണ്. ഇത് സിസ് ആണെങ്കിൽ ഇതെന്താണ്? ഇത് ട്രാൻസ് ആണ്. കാരണം എന്താ? ഈ ഗ്രൂപ്പ് ഇത് CH3 അല്ലേ? സിയും 3 ഹൈഡ്രജനും, ഇവിടെ സിയും 3 ഹൈഡ്രജനും. ഒരു CH3 മുകളിൽ, ഒരു CH2 താഴെ. രണ്ടും ഡിഫറെന്റ് സൈഡ്. സെയിം ഗ്രൂപ്പ് ഡിഫറെന്റ് സൈഡ്. എന്താണ്? ട്രാൻസ് ആണ്. ട്രാൻസ് ആണെങ്കിൽ എന്ത് വരും? ട്രാൻസ് ആണെങ്കിൽ എന്താണ്? സ്റ്റെബിലിറ്റി കൂടുതലാണ്. അതായത് ബിന്റെ സ്റ്റെബിലിറ്റി എനെക്കാട്ടും കൂടുതലാണ്. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ഇതിൻ്റെ ഏതിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് നോക്കാം. ഇത്രയും നിങ്ങൾ പഠിച്ചതിൽ തന്നെ വരുന്ന അത് യൂസ് ചെയ്ത് ആ കോൺസെപ്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാനുള്ള പ്രശ്നമേ ഉള്ളൂ. ഇത് നിങ്ങൾ ഈ വീഡിയോയുടെ പോസ് ചെയ്ത് നിങ്ങൾ ആദ്യം ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ നോക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്.
മൂന്നിൽ ഒറ്റ ഒരു ഡബിൾ ബോണ്ടേ ഉള്ളൂ. അതായത് ആൽഫ ഹൈഡ്രജനും ട്രാൻസ് സിക്സും നോക്കിയാണ് ചെയ്യേണ്ടത്. ആൽഫ ഹൈഡ്രജൻ നോക്കും. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇനി നിങ്ങൾക്ക് ഏത് ആൽഫ ഹൈഡ്രജൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കി തന്നെ അറിയാം. 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 3 ആൽഫ ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല, 0 ആൽഫ ഹൈഡ്രജൻ. ഏറ്റവും സ്റ്റെബിലിറ്റി ഏതിനായിരിക്കും? എനായിരിക്കും, പിന്നെ ബിനായിരിക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കും. ഈ ക്വസ്റ്റ്യനിൽ ഇതുവരെ പഠിച്ച എല്ലാ കോൺസെപ്റ്റ്സും യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഒക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സൊല്യൂഷൻ നോക്കണം. ഓക്കെ, ബോണ്ട് ലൈൻ നൊട്ടേഷൻ ആണ്. ഞാൻ എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കുന്നില്ല, ഇങ്ങനെ തന്നെ പറഞ്ഞു പോവാണ്. മൂന്നിലും ഓരോരോ സിംഗിൾ ബോണ്ട് വെച്ചേ ഉള്ളൂ. അതായത് ആൽഫ ഹൈഡ്രജൻ ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അത് ചൊക്കിയില്ലെങ്കിൽ സെസ് ട്രാൻസ് നോക്കണം. ഇവിടുത്തെ ആൽഫ ഹൈഡ്രജൻ നോക്കാം. ഇത് ആൽഫ കാർബൺ ആണ്, ഇതൊരു ആൽഫ കാർബൺ ആണ്. ആൽഫ കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? അതാണ് നമ്മുടെ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ആദ്യം. അതായത് ഈ കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ കാർബൺ ഓൾറെഡി ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്, ഒരു ബോണ്ട് ഇവിടെ ഉണ്ട്. അതായത് 2 എക്സ്ട്രാ ബോണ്ട് ഇവിടെ വേണം. ആ 2 ബോണ്ടിൽ എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ 2 ആൽഫ ഹൈഡ്രജൻ അല്ലേ? 2 ആൽഫ ഹൈഡ്രജൻ ആണ്. ഇവിടെ നോക്കൂ, ഈ കാർബണിൽ ജോയിൻ ചെയ്തിരിക്കുന്ന കാർബണിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടെന്നാണ് നോക്കേണ്ടത്. ഈ കാർബൺ ഓൾറെഡി ഒരു ബോണ്ട് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതായത് 3 എക്സ്ട്രാ ബോണ്ട് ഇവിടെ ഉണ്ട്. ആ 3 ബോണ്ടിൽ എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും. അതായത് ഇവിടെ തന്നെ 3 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 ആൽഫ ഹൈഡ്രജൻ ഇല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ആൽഫ ഹൈഡ്രജൻ ഉണ്ട്? 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ സെയിം അല്ലേ? ഇത് 6 വെച്ചിരിക്കുന്നത്, ഇതിന് ട്രാൻസ് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? ഈ കാർബണിൽ ഒരു ബോണ്ട് ഉണ്ട്, ഈ കാർബണിൽ ഒരു ബോണ്ട് ഉണ്ട്, 3 ബോണ്ട് കൂടെ വേണം. ആ 3 ബോണ്ടിൽ എന്തായിരിക്കും? ഹൈഡ്രജൻ ആയിരിക്കും അല്ലേ? ഇവിടെ എത്ര ഉണ്ട്? ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 6 ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻ ഉള്ളത് ഈ രണ്ടെണ്ണത്തിലാണ്. അപ്പോൾ ബിനെ സിനെയാണ് എനെക്കാട്ട് സ്റ്റെബിലിറ്റി കൂടുതൽ. നമുക്കപ്പോൾ ആൽഫ ഹൈഡ്രജൻ തന്നെ മനസ്സിലായി. ഇത് 2 6 ആൽഫ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഏതിനെ കൂടുതൽ സ്റ്റെബിലിറ്റി എന്ന് അറിയണമെങ്കിൽ നമ്മൾ 6 ട്രാൻസ് നോക്കണം. ഇവിടെ 6-നാണ് ട്രാൻസിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്, ട്രാൻസിനെയാണ്. അതായത് സിനെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. പിന്നെ ബി, ഇതാണ് നമ്മുടെ ഓർഡർ. സോ സ്റ്റെബിലിറ്റി ഓഫ് ആൽക്കീൻസിൽ ഇത്രയും ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു. കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻസ് നമ്മൾ ആവശ്യമായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് ആൽക്കീൻ തന്നാലും അതിൻ്റെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക. സീരീസിലുള്ള ബാക്കി വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.